ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡ് ഈസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എം.കെ. വിനോദിനിയുടെ ചോട്ടി മാം എന്ന് പറഞ്ഞ കഹാനിയാണ്. മണിപ്പൂരി ഭാഷയിലെ ഒരു പ്രമുഖ കഥാകാരിയായ എം.കെ. വിനോദിനി 1922 ഫെബ്രുവരി 6 മണിപ്പൂരിലെ ഇംഫാലിലെ ഒരു രാജകുടുംബത്തിലാണ് ജനിച്ചത്. ചോട്ടി മാം എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പാരിജാത്, താംച, ഇബോ ചൗബ. പാരിജാതിൻ്റെ 18 വയസ്സുള്ള രണ്ടാമത്തെ ഭാര്യയാണ് താംച. പാരിജാതിൻ്റെ ആദ്യ ഭാര്യ 3-4 വർഷം മുമ്പ് മരിച്ചു. അവർക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. പാരിജാത് ബാബു റവന്യൂ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയുടെ മരണശേഷം ആ വീട് നോക്കി നടത്തിയത് ഇളയ സഹോദരി ലാരേഷിജാണ്. 8 വയസ്സുള്ള മകൾ ടോമിയെ ശ്രദ്ധിക്കുകയും വീട് വിവാഹം കഴിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ സഹോദരി കുട്ടികൾക്ക് അനുയോജ്യമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. തുടക്കത്തിൽ പാരിജാത് താംചയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എല്ലാ ദിവസവും അവൻ രഹസ്യമായി ശംഖുകൊണ്ട് നിർമ്മിച്ച വളകളും സുഗന്ധ തൈലങ്ങളും അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ സ്നേഹം അവൾക്ക് കിട്ടി. പിന്നീട് ആ സ്നേഹം കുറഞ്ഞു വന്നു. പാരിജാത് പലപ്പോഴും വീട്ടിലേക്ക് മടങ്ങി വരാതായി. രാവിലെ അയാൾ ജോലിക്ക് പോകാൻ ഒരുങ്ങുകയും ക്ഷീണിതനായി തിരിച്ചെത്തുകയും ചെയ്യും. വീട്ടിലെത്തിയാൽ ചീട്ട് കളിക്കാൻ വേണ്ടി പോകും. രാത്രി വൈകി തിരിച്ചെത്തി ഒന്നും പറയാതെ ഉറങ്ങാൻ പോകുമായിരുന്നു. ഒരു ദിവസം താംച മടിച്ചു ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ പാരിജാത് പറഞ്ഞ്, നിനക്കെന്നെ വശീകരിക്കാനും നിയന്ത്രിക്കാനും കഴിയില്ല. ഞാനും വൃദ്ധനായി, എൻ്റെ മകനും വലുതായി. ഒരു സ്ത്രീയുടെ വിരലുകളുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാനുള്ള പ്രായമല്ല എനിക്കിപ്പോൾ. താംചയ്ക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. അവളെ സ്നേഹിച്ചതുകൊണ്ടല്ല അയാൾ അവളെ വിവാഹം കഴിച്ചത്. പാവപ്പെട്ട പെൺകുട്ടിയോടുള്ള സഹതാപം കാരണം അവൾക്ക് അഭയം നൽകാൻ പാരിജാത് താംചയെ വിവാഹം കഴിച്ചില്ല. അവളുടെ വീട്ടിലെ സന്തോഷം നഷ്ടപ്പെടരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. കുട്ടിയെ പരിപാലിക്കണം, ഭർത്താവിനെ സേവിക്കണം, സഹോദര ഭാര്യയുടെ അപമാനം നേരിടണം. പാരിജാത് ബാബു തന്നെ സ്നേഹിക്കുമെന്ന് കരുതി ഒരു വേലക്കാരിയെ പോലെ ജീവിക്കണം. പാരിജാതിൻ്റെ സഹോദരിക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. അതിനാൽ അയാളുടെ സഹോദരി അയാളോട് അഭ്യർത്ഥിച്ച് ലോംബിയെ കൂടെ കൊണ്ടുപോയി. പാരിജാതിൻ്റെ മകൻ്റെ പേരാണ് ഇബോ ചൗബ. തൻ്റെ അച്ഛൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇബോ ചൗബ വീട്ടിലേക്ക് മടങ്ങിയില്ല. പിന്നീട് ആദ്യമായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇബോ ചൗബ. ആ സമയത്ത് കട്ടിലിൽ കിടന്ന് താംച കരയുകയായിരുന്നു. വൈകുന്നേര സമയമായിരുന്നു, പക്ഷേ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. തൻ്റെ ലഗേജൊക്കെ പുറത്ത് വെച്ചിട്ട് നിശബ്ദനായി പുറത്തേക്ക് പോയി. താംച പെട്ടെന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ അയാൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നാൽ താംച ഞെട്ടിപ്പോയി. ഇബോ ചൗബ വരുമെന്ന് പാരിജാത് പറഞ്ഞിരുന്നു, പക്ഷേ എപ്പോൾ എത്തുമെന്ന് അയാൾ പറഞ്ഞിരുന്നില്ല. ഇബോ ചൗബ പാരിജാതിനൊപ്പം വീട്ടിലേക്ക് കയറും. ടോമിയെ തിരക്കുമ്പോൾ ടോമി ദത്തെടുത്തുവെന്ന് പാരിജാത് മകനോട് പറയും. എന്നാൽ നാളെ ടോമിയെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടാമെന്ന് പാരിജാത് ഇബോ ചൗബയുടെ അടുത്ത് പറയും. പക്ഷേ ഇബോ ചൗബ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും. അവൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ അവൻ്റെ രണ്ടാനമ്മയും അച്ഛനും കൂടെ തൻ്റെ അനിയത്തിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നാണ്. തൻ്റെ രണ്ടാമത്തെ ഭാര്യയോട് തനിക്ക് പ്രത്യേക വാത്സല്യമില്ലെന്ന് കാണിക്കാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം വിളമ്പി കൊടുക്കുകയും തുണി കഴുകലും തുടങ്ങിയ എല്ലാ ജോലിയും അവൾ ചെയ്തു. പക്ഷേ അവൻ അവളോട് സംസാരിച്ചില്ല. താംച ഒറ്റയ്ക്ക് വീട്ടിൽ ദിവസങ്ങൾ ചെലവഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം താംചയുടെ രോഗിയായ അമ്മയിൽ നിന്ന് ഒരു സന്ദേശം വന്നു. തനിക്ക് അസുഖമാണെന്നോ അവരെ ഒരിക്കൽ കാണാൻ വരണമെന്നോ ആയിരുന്നു ആ ലെറ്ററിലുള്ളത്. അങ്ങനെ പാരിജാതിനോട് താംച ഇത് പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. നേരത്തെ ഇബോ ചൗബയ്ക്ക് താംചയോട് ദേഷ്യമായിരുന്നു. പിന്നീട് അവർ നല്ലവരാണെന്നും ക്രമേണ താംചയോടുള്ള അച്ഛൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം കുറഞ്ഞു തുടങ്ങി. ഒരു ദിവസം താംച കത്തി ഉപയോഗിച്ച് നിലം കുഴിക്കുകയായിരുന്നു. അയൽപ്പക്കത്തെ സ്ത്രീ ഇതിനെക്കുറിച്ച് അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, വീട്ടിലെ പുരുഷൻ മടിയനാണെന്ന്. ഇത് കേട്ടപ്പോൾ താൻ മടിയനല്ലെന്നും സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും ഇബോ ചൗബ പറഞ്ഞു. കയ്യിൽ ശക്തമായ കോരിക പിടിച്ച് ഇബോ ചൗബ മണ്ണ് കുഴിക്കുന്ന രംഗം കണ്ടപ്പോൾ താംച നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിന്നു. അതിനിടെ ഒരു ദിവസം ഇബോ ചൗബയ്ക്ക് പനിയായി. താംച ഇത് കണ്ട് അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇബോ ചൗബ ചോദിച്ചു, താംച, നീ ഇവിടെ സന്തോഷവാനാണോ? തൻ്റെ കരച്ചിൽ മറച്ചു വെച്ചിട്ട് ഇബോ ചൗബയുടെ അടുത്ത് പറയും, അതെ, താൻ ഇവിടെ സന്തോഷവതിയാണെന്ന്. കുറച്ച് ദിവസത്തിനുള്ളിൽ ഇബോ ചൗബയുടെ ആരോഗ്യം നല്ലതായി. അവിടെ ഹോളിയായിരുന്നു. ഇബോ ചൗബ തൻ്റെ പിതാവിനോട് ചോട്ടിമായെ കുറച്ചുകൂടി പരിപാലിക്കാൻ പറയുന്നു. ഇബോ ചൗബയ്ക്ക് ജോലി കിട്ടിയതായി താംചയുടെ അടുത്ത് പറയും. അതിനാൽ 10 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. പക്ഷേ പോകുന്നതിന് മുന്നേ വീണ്ടും വരുമെന്ന് ചോട്ടിമാമിൻ്റെ അടുത്ത് ഇബോ ചൗബ പറഞ്ഞിട്ട് നേരത്തെ നിന്ന സ്ഥലത്തേക്ക് പോകും. പിന്നീട് ഒരു ദിവസം രാവിലെ അവിടെ വരും. എന്നിട്ട് ഇബോ ചൗബ തൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട്
തൻ്റെ ചോട്ടിമാരുടെ അടുത്ത് പറയും പോവുകയാണെന്ന്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ അവതരിപ്പിച്ച കഥയിലൂടെ ബിനോദിനി സ്ത്രീയുടെ മാനസികാവസ്ഥയെ ലളിതമായി വിവരിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ 18 വയസ്സുള്ള താംച വൃദ്ധയായ പാരിജാതനെ വിവാഹം കഴിക്കുന്നു. അവൾ അവസാനം വരെയും തൻ്റെ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നു. ഈ ചലനാത്മകമായ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം ഒരു സ്ത്രീ എങ്ങനെ നിറവേറ്റുന്നുവെന്നും അവളുടെ ഉള്ളിലെ ഉയർച്ച താഴ്ചകളെ എങ്ങനെ അടിച്ചമർത്തുന്നുവെന്നോ ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നു.